We telling your voice that was started. Vardhani. Yes. Rakis Park. Rakis Park. Delim Unit. Nakshu Sanam. Nakshu Rahana. Shabna. Lamafa. Ruby. Hi. Amina. Ruby. Devil Bird. Hi bro. Yes. Parayu man. Parayu. Ashus. Lia. Snanam Chaku. Ruby. Hello. 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 Lia. Hello. കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? പറയുന്നത് കേൾക്കുന്നുണ്ടോ? നിഹാല ബാസി. ഹലോ 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 ഹലോ. നിഹാല. അപർണ. അപ്പൂസ്. എവിടെയാണ് മാൻ? സുമയ്യ സാരി. ഉണ്ട് ഉണ്ട് ഉണ്ട്. കേട്ടാ മതി. വൈറ്റ്സ്. അപാൻ. അനു. ഡബിൾ. കേൾക്കുന്നുണ്ടല്ലേ? പറയുന്നത് കേൾക്കുന്നുണ്ടല്ലേ? അപ്പോൾ കുഴപ്പമില്ല. ഞാൻ കേൾക്കുന്നില്ല എന്ന് വിചാരിച്ചു. ഹാഷിം. ഹായ് ബ്രോ. യെസ് പറയൂ. സുഖമാണ്. ഓ സുഖമാണ് സുഖമാണ് സുഖമാണ്. വണ്ടർബിൾ. ഹാഷി. ഹായ്. എല്ലാവരും ഹായ് ഹലോ ഹായ് ഹലോ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മിന്നൂസ്. ഷാന. ഐന വിജേഷ്. തങ്കമാർന്ന പെൺകൊടി മംഗമാരിലെ റാണി. ചിഞ്ചൂസ്. ക്യൂബി. 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 മീറ ലത്തീഫ്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖകരം. ഇസ ഫാത്തിമ. ഹായ്. എന്താ പരിപാടി? പരിപാടി എന്താ, ഇങ്ങനെ പോകും അല്ലേ അപ്പൂസെ? ഇങ്ങനെ പോകും. എന്ത് പരിപാടി? അതെ, നിങ്ങളെ വോയിസോടെ രക്ഷയുമില്ല. നിഹാല ബാസ്. താങ്ക് യു. സത്യം ജയിച്ചു തീർച്ചയായിട്ടും. ഇൻഷാല്ല. സുഖമാണ്. സൗദ. ഹായ്. സുഖം. സത്യം അറിയോ? പിന്നെ എന്താ അറിയാതിരിക്കുന്നു? ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചിട്ടില്ല, കുറച്ച് കഴിഞ്ഞാൽ കഴിക്കും. ചായ ഇപ്പോൾ കുടിച്ചിട്ടേ ഉള്ളൂ. ഫസീദാസ്. നിങ്ങൾ ചായ കുടിച്ചോ? അല്ല സോറി, ഭക്ഷണം കഴിച്ചോ? ആയില്ലല്ലോ, 8 മണിയല്ലേ ഉള്ളൂ. ഐഷ. സൈനബ. കാവ്യ മാധവൻ. നമ്മളെ കുറച്ചാണ് കാവ്യ മാധവനൊക്കെ കയറി തുടങ്ങിയ ലൈവിൽ. സൈനബ. ഓ സൈനബ. അഴക്. നിങ്ങളെ വോയിസിന് അഡിക്റ്റാണ്. സുഖായോ? ഇല്ല, ആയിക്കില്ല. ആയി വരുന്നു. ഓക്കെ ആയി ഇങ്ങനെ വരുന്നുണ്ട്. ഇമ്പ്രൂവ് ഉണ്ട് പണ്ടത്തെക്കാൾ. മുബീഷ്. അവർ ഹായ് പറയുന്നു. ഹായ്. സെറു സഹ. ഹായ്. ഈ വീഡിയോ ചെയ്യണമെന്ന് അറിഞ്ഞതല്ല അല്ലേ? ചെയ്യാട്ടാ, മറന്നിക്കില്ല. ഫുഡിയോ? ഇല്ല, ഫുഡ് കഴിച്ചിട്ടില്ല. ഈ കഴിച്ചോ? ഇപ്പൊ ക്ലാസ്സിനൊന്നും പോക്കില്ല. അഫിയ. അലങ്ങ. എൻ്റെ വീഡിയോ ഷെയർ ആക്കുന്നതിൻ്റെ മെയിൻ ഏരയാണ് അത്. ഏര എല്ലാവരും എല്ലാവരും യാത്ര പോകുമ്പോൾ സോങ് കേൾക്കുന്നത് ഞാൻ കേൾക്കാറ് നിങ്ങളെ സ്റ്റോറിയാണ്. ആൾക്കാർ ഭ്രാന്താന്ന് പറയലില്ലേ? ഇൻഷാല്ലാ. എന്നെ അറിയോ? അറിയാലോ, ക്ലാസ്സിന് പോക്കുണ്ട്. ഹസീന ഹംസ. ആൾക്കാർ കേൾക്കുമ്പോൾ ഭ്രാന്താന്ന് പറയലില്ലേ? ഞാനാ ഈ വോയിസ് ഇങ്ങനെ കേൾക്കുമ്പോൾ
കണ്ട ഒരു പഞ്ചാര പോലെ തോന്നുമെങ്കിലും സംഭവം കണക്റ്റഡ് അല്ല, ലൈഫിൽ കണക്റ്റഡ് അല്ല. വോയിസ് സൂപ്പറാണ് കേട്ടോ. നിങ്ങളുടെ വോയിസ് തന്നെയല്ലേ. കാണാൻ ലുക്കില്ലെന്നേ ഉള്ളൂ. എൻ്റെ തന്നെ കാണാൻ ഒരു ചേലും മെനൊന്നും ഇല്ലാന്നേ ഉള്ളൂ. സംഭവം പ്രൊഡക്റ്റ് മൊത്തം എൻ്റെതാണ്, പേടിക്കണ്ട. ഇറ്റ്സ് മീ ഫ്രീസ്. പ്രൊഡക്റ്റ് മൊത്തം എൻ്റെതാട്ടാണ്, പേടിക്കണം. അവിടെ എൻ്റെ തന്നെ സാധനം, പേടിക്കണ്ട. ജാസ്മിൻ മുബി ശരി. എൻ്റെ വീട് എവിടെ? മുബി ഫർഹത്ത്. ഞാൻ നിങ്ങളെ സ്റ്റോറിൻ്റെ ഇക്കാക്കൊക്കെ വിട്ടു കൊടുക്കാറുണ്ട്. എന്നിട്ടോ എന്തെങ്കിലും ഒരു കാക്കു വോയിസ് അടിപൊളി പറയാനുണ്ടോ? ആരാ പറഞ്ഞ ലുക്കില്ല? ഞാൻ മുന്നേ പ്രേമിച്ചോളല്ലോ പറഞ്ഞു. കാണാനും കൊള്ളാം. ജാസ്മിൻ ഷെഫി ഹായ്. ഇതാരാ? ഫർഹത്ത്. ഞാനോ? ഞാനാരുമല്ല, പേടിക്കണം. ഞാനാരുമല്ല. ഞാൻ വെറുതെ ഒന്ന് ലൈവ് ഇട്ട് നോക്കി, ആരെങ്കിലുമൊക്കെ വരുമോ നോക്കിയത്. സന ഫോർ ഫോട്ടോഗ്രാഫി ലൈവ് ഇട്ട് നോക്കിയാൽ ആരെങ്കിലും വരുമോ നോക്കിയത്. വരുന്നു. നിങ്ങളെ സ്റ്റോറി കണ്ടതിന് ശേഷം എൻ്റെ ഇക്ക പാത്തു എന്നാണ് വിളിക്കാറ്. പ്രിൻസസ് സെബാസ്റ്റ്യൻ. എന്താ നീ എപ്പോഴും ജയിലിൽ? ഞാനിപ്പോൾ ജീവിതകാലം അവിടെ കിടക്കാൻ പറ്റില്ലല്ലോ. സത്യം തെളിയിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ജാമ്യമൊക്കെ കിട്ടി നമുക്ക് ഇറങ്ങേണ്ടി വരില്ലേ സെബാസ്റ്റ്യനെ. നമുക്ക് ചിലപ്പോൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരില്ല. അറിയൂ ഫ്രം തിരൂർ, മലപ്പുറം. എന്താ കോലം ആവശ്യ. അല്ല ആര് വിട്ട് കമന്റ് ഇടാനായിട്ട് ആര് വിട്ട്? ജയിലിൽ അങ്ങനെ കൂടുതൽ കാലം ഇരിക്കാൻ പറ്റില്ലല്ലോ. സത്യം തെളിയിക്കുമ്പോൾ നമുക്കൊരു അവസരം കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ചിലപ്പോൾ അവിടുന്ന് ജാമ്യം കിട്ടി ഇറങ്ങി പോകേണ്ടി വരും. അവിടെ ഒരു ജീവിതകാലം മുഴുവൻ കിടക്കാനൊന്നും പറ്റില്ല. മനസ്സിലായോ? കേസ് ഇപ്പം ആർക്കും കൊടുക്കുക, ആരെ പേരിലും കൊടുക്കുക, ആരാർക്കും അങ്ങനെ കൊണ്ടുവരണം. ഇപ്പം എനിക്ക് വേണമെങ്കിൽ കൊടുക്കുക. ഈ നാട്ടിലെ ചെക്കന്മാരെ കുണ്ടനടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ കൊടുക്കുക. മനസ്സിലായി? ഞാൻ കണ്ട് സാക്ഷിയാന്നൊക്കെ പറഞ്ഞാൽ എന്നെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലൊക്കെ എടുക്കും. അല്ല കണ്ടിട്ടൊരു കുണ്ടൻ ലുക്കും ഉണ്ട്, അത് വേറെ വിഷയം കിട്ടും. തഫ്സീല മിസ്ന ഫർഹാന സെയിൻ വാട്ട് ആർ യു ഡൂയിങ്? അക്കൗണ്ടൻ്റ് ആയിരുന്നു, റിസൈൻ ചെയ്ത് പോകുന്നു. ഇപ്പോൾ 2 കൊല്ലത്തോളം. ദിൽഷാദ് ഭയ്യ ഹഫീദ ഫൈദാസ്. കൊണ്ടാണ്ടി മീൻസ് എന്താണ് കൊണ്ടാണ്ടി? നിലമ്പൂരുള്ള പെണ്ണുങ്ങളെ പറയിപ്പിക്കാനായിട്ട്. അത് സത്യം. കാരണം ഇപ്പോൾ എനിക്ക് ആരെങ്കിലും ഇപ്പം മെസ്സേജ് അയച്ച് വരികയാണെങ്കിൽ, ഇപ്പം ആരെങ്കിലും മെസ്സേജ് അയച്ച് വരികയെന്ന് വിചാരിച്ചോ, ഞാൻ നിലമ്പൂരുള്ളതാണെന്ന് അറിയുമ്പോൾ ഒന്ന് ബാക്ക് ചവിട്ടും. പിന്നെ കമൻറ്റിന് മെസ്സേജ് അയച്ച റിപ്ലൈ കൊടുക്കൂല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഉള്ള പറയാം, അത് നിങ്ങൾ മോശമാണെന്ന് വിചാരിച്ചുകൊണ്ടല്ല. എനിക്കങ്ങനെ അവിടുന്ന് ഒരു അനുഭവം ഉണ്ട്. നിലമ്പൂരും അല്ല അവിടെ കേട്ടോ. നിലമ്പൂർ എന്ന് പറയുന്ന അവിടെ ഒരു കാട്ടുമുക്ക് ഏരിയയാണ്. മനസ്സിലായോ? അപ്പോൾ നിലമ്പൂരൊന്നല്ല അവള്. അപ്പോൾ ആരെങ്കിലും നിലമ്പൂരത്തെ ആൾക്കാരെങ്കിലും വന്നിട്ട് എനിക്ക് മെസ്സേജ് അയക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നോർമലായിട്ട് വന്ന് മെസ്സേജ് അയക്കായിരിക്കും. പക്ഷെ അപ്പോഴും ഞാൻ ബാക്കിൽ ചവിട്ടും. ഞാൻ കമൻറ്റ് റിപ്ലൈ കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവും. ഒരു പേടിയാണ് എനിക്ക്. കാരണം എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അവളെങ്ങനെ ആളെ വിടുന്നതായിരിക്കുമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കമൻറ്റിന് റിപ്ലൈ ഒന്നും കൊടുക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഓൾമോസ്റ്റ് മനസ്സിലായി. കാരണം അവൾ കറക്റ്റ് നിലമ്പൂരൊന്നല്ല, അവിടുന്ന് കുറച്ച് ഉള്ളോട്ടാണ്. ഈ വടപുറം ആ ഭാഗമാണ്. വടപുറമല്ല, യെസ് സൗമ്യ അതന്നെ. കാരണം എനിക്ക് കിട്ടിയ ചാരി വല്ല ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതലും നിലമ്പൂരുന്ന അവളാണ്. അപ്പോൾ ലാസ്റ്റ് ഞാനായിട്ടൊരു വോയിസ് കേട്ടില്ല നിങ്ങൾ? ഇപ്പോൾ ലാസ്റ്റ് കറൻ്റ് ഞാനൊരു വോയിസ് വിട്ടാണ്ടില്ലേ, കേസ് ഉണ്ടാക്കാൻ വേണ്ടി നട്ടോട്ട് ഓടുകയാണ്. കാരണം ഞാൻ ജാമ്യത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ സത്യാവസ്ഥയും പുറത്ത് കൊണ്ടുവരും എന്നുള്ളത് അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അത് പേടിച്ചിട്ട് നട്ടോട്ട് ഓടുകയായിരുന്നു കേസ് ഉണ്ടാക്കാൻ വേണ്ടി. നസീറ ഹലോ. അതുകൊണ്ട് നിലമ്പൂരാന്ന് പറയുമ്പോഴും എനിക്ക് ചെറിയൊരു പേടി വരാറുണ്ട്. ആൾക്കാരെ പേടിയല്ല, അവളെ പേടിയാണ്. ആൾക്കാരും പേടിയൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അതിനെക്കാട്ടി വലിയ ഇപ്പോൾ വന്നിട്ട് എനിക്ക് പേടിയൊന്നുമില്ല. പക്ഷെ ആ നിലമ്പൂർ എന്ന് പറഞ്ഞ ഏരിയ, ആ സ്ഥലപ്പേരുന്ന് ആരെങ്കിലും നല്ല നോർമലായിട്ട് മെസ്സേജ് അയക്കുന്നത് ഒരുപാട് ആൾക്കാരുണ്ട്. അതായി നിഷാദ് പുള്ളിപ്പാടുണ്ട്, അതിനൊക്കെ അതിൽ പെട്ടാണ്.
ഈ നിഷാദ് പുള്ളിപ്പാടും ഇവരൊക്കെ ഇരുന്ന് എൻ്റെ എന്നെ അറസ്റ്റ് ചെയ്ത സമയത്ത് കമൻ്റ് ഇട്ട് വെറുപ്പിച്ചിരുന്നത്. ഇവന് സഹല് നിഷാദ് ഞാൻ ഇറങ്ങി ജാമ്യത്തിൽ ഇറങ്ങിയ പാട് നിഷാദിന് ഞാൻ നിഷാദ് എന്നാണ് വെക്കുന്നത്. നിഷാദ് അല്ല അവൻ്റെ പേരെന്തേലും ഓനൊക്കെ അല്ലാണ്ട് കമൻ്റ് ഇട്ടു. നീ എന്തിനാ അവളെ പേടിക്കുന്നതല്ല, അവളെ പേടിയല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവൾക്ക് ഇതുവരെ എന്നെ പറ്റി പറയാനൊന്നും കിട്ടിയില്ല. അവൾ ഉണ്ടാക്കി വെച്ച കുറച്ച് തമ്മാടിത്തരങ്ങളല്ലാണ്ട് വേറെ ഒന്നും എന്നെ പറ്റി പറയാൻ കിട്ടിയിട്ടില്ല. അപ്പൊ പുതിയ ഏതെങ്കിലും പെണ്ണുങ്ങളെ പറഞ്ഞയച്ചിട്ട് ഞാൻ അത് ഉണ്ടാക്കാൻ വേണ്ടി നടക്കുകയാണോ? ഇവരെ ഞാൻ പറഞ്ഞ നിഷാദ് ഒരു വന്നത് നിഷാദ് എന്ന് പറഞ്ഞിട്ട് അവനൊക്കെ വന്ന് കമന്റ് ഇട്ടിരുന്നു. എന്ത് പറഞ്ഞിട്ട് ഭയങ്കര മോശമായി. പക്ഷെ ഞാൻ പുറത്തിറങ്ങി എന്നാണ്ട് പറഞ്ഞ് ബാക്കി ഞാൻ തരാട്ടാന്ന് പറഞ്ഞപ്പോ പിന്നെ ആ വൈക്ക് കാണാനില്ല, ഇട്ട കമന്റും കാണാനില്ല, ആൾക്കാരെയും കാണാനില്ല, ഇട്ട ആൾക്കാരെയും മറ്റവരും കാണാനില്ല. അപ്പൊ കാദറിന് മെസ്സേജ് അയച്ചപ്പോ കാദർ പറഞ്ഞു, ആയിഷ കാദറിന് മെസ്സേജ് അയച്ചപ്പോ പറയും ഞങ്ങൾക്ക് നിലമ്പൂക്കാരെ ഓർമ്മയുണ്ടോന്ന്. ഞാൻ ദ്രോഹിച്ച നിലമ്പൂക്കാര് പറയാൻ തീരെ നാണോ മാനമില്ലല്ലോ. ഞാൻ ദ്രോഹിച്ച നിലമ്പൂക്കാര് ഈ തിരൂര് കിടക്കുന്ന അവർ എനിക്ക് എന്താ വെറുതെ ദ്രോഹിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഫൗസിയ സലി സോഷ്യൽ മീഡിയയിൽ അതൊക്കെ ഉണ്ടാവും. ഇതൊക്കെ തരണം ചെയ്ത് കഴിവുണ്ടെങ്കിൽ പേടിക്കേണ്ട ബ്രോ. തീർച്ചയായിട്ടും. കാരണം തരണം ചെയ്യും. കാരണം ഒന്നും ഞാൻ പുറത്ത് കൊണ്ടുവരാതിരിക്കുമൊന്നുമില്ല, ഞാൻ വെറുതെ ഇരിക്കുന്നൊന്നല്ല, ഒക്കെ ഞാൻ പുറത്ത് കൊണ്ടുവരും. പക്ഷെ ഇപ്പം എനിക്ക് കുറച്ച് ഹെൽത്തി പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ കൂടുതൽ ഇതിലോട്ട് ഇറങ്ങാത്തത്. സത്യമായിട്ട് പറയാമല്ലോ, ഞാൻ ഇതിലോട്ട് കൂടുതൽ മെയിനായിട്ട് ഇറങ്ങാത്തതിന് കാരണം എന്താ, കുറച്ച് ഹെൽത്തി പരമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി, പേഴ്സണൽ പ്രോബ്ലം. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിലോട്ട് പുറത്തോട്ട് കൂടുതൽ ആക്റ്റീവായിട്ടൊന്നും പുറത്തു കൊണ്ടുവരുന്നത്. അല്ലാണ്ട് കാദറിനെ ഞാൻ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുമെന്നല്ല. കാദക്കരിപ്പൊടി പറഞ്ഞുണ്ടാക്കിയ നുണകൾക്ക് മറുപടി കൊടുക്കാണ്ട് ഞാൻ അവൻ അഴിഞ്ഞാടാൻ വിട്ടിരിക്കുമെന്നല്ല. പക്ഷെ ഞാൻ പറയും, സത്യാവസ്ഥ മുഴുവൻ ഓരോന്നോരോന്നായിട്ട് പുറത്തു കൊണ്ടുവരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഞാൻ ഇറങ്ങിയ സമയത്ത് അത്രയ്ക്ക് വീഡിയോ ചെയ്തിട്ട് പോലും ഷെമീന ഷാജിഹാൻ ഇത്രയ്ക്ക് വീഡിയോ ചെയ്തിട്ട് പോലും ഒരു പ്രതികരണ വീഡിയോ പോലും പറഞ്ഞിട്ടില്ല. ഞാൻ അതിൽ ഓനെ പറ്റി പച്ചയ്ക്ക് പറയുന്നുണ്ട്. ഓൻ കാണിച്ച തമ്മാടിത്തരങ്ങളൊക്കെ ഞാൻ ഓരോന്നോരോന്നായിട്ട് എണ്ണി പറയുന്നത്. അതിന് പോലും പ്രതികരണ വീഡിയോ ചെയ്തിട്ടില്ല. ഗുഡ് ബോയ്, താങ്ക് യു സോമ്യ ബീച്ച്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നമ്മൾ പ്രതികരിക്കൂലേ, ഇങ്ങനെ ഒരു പ്രതികരണം ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരാളിപ്പോൾ ഓനെ അല്ലെങ്കിലേ തട്ടിനും മുട്ടിനും പ്രതികരിക്കുന്ന അവന് ഞാൻ ആ ഒരു വിഷയങ്ങളെ പറ്റി ഓരോ വോയിസ് റെക്കോർഡുകളൊക്കെ പുറത്തോട്ട് ഇടുമ്പോൾ പേടി. കാരണം സംസാരിച്ച് കഴിഞ്ഞാൽ നാറും എന്നുള്ള. സത്യം പറഞ്ഞാൽ ഓൾക്കും അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. ആ പെണ്ണുങ്ങൾ അവനെ നല്ല തടി കുറഞ്ഞില്ലേ, പക്ഷെ സെറ്റായി ഇടയിൽ വെയിറ്റ് കൂടി വരുന്നുണ്ട് ഇപ്പോൾ. പാത്തൂസ് ഹായ്, തടി സെറ്റായി വരുന്നുണ്ട് ഇപ്പോൾ, വെയിറ്റ് ചെയ്യാൻ കൂടി. ഇപ്പോൾ എത്ര കിലോനായി? ഞാൻ 79 ലീവ് ആയിട്ട് ഹാപ്പി അങ്ങനെയൊക്കെ പറയാം. പക്ഷെ നമ്മളെ ലൈഫിൽ നടന്ന കാര്യങ്ങൾക്ക് നമുക്ക് പ്രതികാരം ചെയ്യാതിരിക്കാൻ കഴിയൂലല്ലോ. പ്രതികാരമല്ല ഇത് സംഭവം, നമ്മൾ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതാണ്. കുറച്ച് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ആ നഷ്ടങ്ങൾ നികത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല. അതൊരു പ്രതികാരത്തിന്റെ മൈൻഡിലൊക്കെ ചെയ്യാൻ അവരതിന് മാത്രമൊന്നുമില്ല. അതിന് നമ്മൾ ലീഗലായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. ജസ്മീറസ് ലീഗലായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പം അത് അവിടെ തീരും. പക്ഷേ കുറച്ച് കാര്യങ്ങൾ ചെയ്ത് വെയിറ്റ് ആൻഡ് വാച്ച്. യെസ്, അതാണ് സത്യം. വെയിറ്റ് ആൻഡ് വാച്ച്, കാത്തിരുന്ന് കാണാല്ലേ. സ്ട്രോങ് ആകുമ്പോൾ താഴെ ഇടാൻ ആളുകളുണ്ടാവും. അത് സത്യമായിട്ടാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പക്ഷെ എൻ്റെ യൂട്യൂബ് പൂട്ടിക്കാനൊക്കെ വഴി നോക്കിയിരുന്നു. അത് യൂട്യൂബ് ചാനൽ ഈ യൂട്യൂബ് പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ യൂട്യൂബ് തുടങ്ങുന്നില്ലേ. ഈ യൂട്യൂബ് ചാനൽ പോയി ഞാൻ വേറെ യൂട്യൂബ് തുടങ്ങും. കാരണം ഈ യൂട്യൂബ് തുടങ്ങാൻ ഞാൻ എടുത്തത് വെറും 3-2 മാസമൊക്കെയാണ്. എനിക്ക് പുതിയ കണ്ടന്റ്, എൻ്റെ ലൈഫിലുള്ള കണ്ടന്റുകൾ പുറത്തോട്ട് വരുമ്പോൾ എനിക്ക് പുതിയതായിട്ട് ചാനലിൽ വീഡിയോസ് വന്നുകൊണ്ടേയിരിക്കും. കാരണം ഞാൻ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് കണ്ടന്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കണ്ടന്റിന് ഒരു ക്ഷാമമില്ല. പക്ഷെ അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു വിഷയം ലോകത്ത് നടക്കേണ്ടി വരും, എന്നാൽ അതിനെപ്പറ്റി ചെയ്യാനൊരു കണ്ടന്റ് ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എൻ്റെ വായും എൻ്റെ മനസ്സുള്ളിടത്തോളം എനിക്ക് കണ്ടന്റ് ഇഷ്ടംപോലെ എൻ്റെ ലൈഫിൽ കിട്ടും. കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിട്ടും. ചെയ്യാതെ ഇരിക്കുന്നതുകൊണ്ട് മാത്രമുള്ള പ്രശ്നമുള്ളൂ, ചെയ്യാത്ത പ്രശ്നം മാത്രമേ ഉള്ളൂ. കണ്ടന്റിന് ഒരു ക്ഷാമവും ഇല്ല.
ഒരു ചെറിയ 3 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ പോലും അതിൽ ചെറിയൊരു സമയത്തേക്ക് നിങ്ങളെ ചിരിപ്പിക്കാനുള്ളത് ആ കണ്ടന്റിൽ ഉണ്ടാവും. റാഷി തായ് ക്രാഫ്റ്റ് ബൈ ശിവ അച്ചൂസ് ഹായ് ഓൾ ദ ബെസ്റ്റ് സൗമ്യ ഗുഡ്സ് താങ്ക് യു. ഒരു കുറച്ച് നേരത്തേക്കാണെങ്കിൽ നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റുന്നില്ലേ? ഒരു 3 മിനിറ്റ് വീഡിയോ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് ചിരിക്കാൻ പറ്റുന്നില്ലേ? എല്ലാ ടെൻഷനും മറന്നു എല്ലാ ടെൻഷനും മറന്നു ഒരു 3 മിനിറ്റ് സമയത്തേക്ക് ചിരിക്കുക എന്നുള്ള ഭയങ്കര സംഭവമാണ്. ഒരു ചെറിയൊരു സമയത്തേക്ക് ചിരിച്ചിട്ട് കണ്ടാൽ മതി അല്ലേ? നൈസ് വീഡിയോസ് താങ്ക് യു. ഒക്കെ നിങ്ങളെ ലൈഫിൽ കണക്റ്റഡ് അല്ലേ? ആ വീഡിയോസൊക്കെ നിങ്ങളെ ലൈഫിൽ കണക്റ്റഡ് അല്ലേ? സുറുമി സാർ മുഹമ്മദല്ലേ ആ ലൈഫിലൊക്കെ നിങ്ങൾ കണക്റ്റഡ് ആയി. നിങ്ങളെ വീഡിയോസൊക്കെ നിങ്ങളെ ലൈഫിൽ കണക്റ്റഡ് ആയി വരുന്നു. അത്രയും മതി, നിങ്ങളെ ലൈഫിൽ കണക്റ്റ് ചെയ്യാൻ മതി. അഷ്നാനിച്ചോ പിന്നെ everyone is Jesus. നിങ്ങളത് ഞാൻ എവിടെയോ ID കണ്ടിട്ടുണ്ടല്ലോ. എവിടെയോ ഞാൻ ID കണ്ടിട്ടുണ്ടല്ലോ. അത് എവിടെയാണെന്ന് ഒരു പിടുത്തം കണ്ട. നിങ്ങൾ ID ഞാൻ കണ്ടിട്ടുണ്ട്. ചിരിപ്പിക്കാൻ പറ്റുന്നതും ഒരു ചെറിയ കാര്യമാണ്. സത്യമാണ്. കാരണം എത്രത്തോളം ടെൻഷനിലാണ് ആൾക്കാർ പോകുന്നത്. ശരിയല്ലേ? നമ്മൾ ഓരോ ദിവസം കൂടുന്നവർ നമുക്ക് ഓരോരോ ടെൻഷനാണ്. നാളത്തെ എന്താ. പക്ഷെ ആ സമയത്ത് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ഇങ്ങോട്ട് കടം മേടിച്ചിട്ട് ഒരു സെക്കൻഡെങ്കിലും മുഖത്ത് ചിരി, ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ചിരി മനസ്സിൽ നിങ്ങൾ ചിരിക്കുന്നല്ല, നിങ്ങൾ അറിയാതെ നിങ്ങൾ ചുണ്ട് ഇങ്ങനെ സ്മൈലായിട്ട് പോവും. സുഖമാണോ ടിയ? ഓ സുഖമാണ്. യെസ് നസീറ ഞങ്ങൾ ഐഡിയ എவ்வளோ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ നോക്കുന്നത്. ജസ്ന സത്യമായിട്ട് നിങ്ങൾ ചിരിക്കും. അത് ഞാൻ ഗ്യാരണ്ടി പറഞ്ഞുതരാം. നിങ്ങൾ അറിയാതെ നിങ്ങളെ മുഖത്ത് ചിരി വരും. അതിന് ഞാൻ ഗ്യാരണ്ടി. അത് ചിരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ പിന്നെ എൻ്റെ വീഡിയോ കാണണ്ട. അത് ഞങ്ങൾക്ക് വാക്ക് തരാം. ആ വീഡിയോസിൽ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ നിങ്ങളെ മുഖത്ത് ചിരി വന്നിട്ടില്ല എങ്കിൽ പിന്നീട് നിങ്ങൾ ഒരിക്കലും എൻ്റെ വീഡിയോ കണ്ട അൺലൈക്ക് അടിച്ചിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് അടിച്ചിട്ട് നിങ്ങൾക്ക് പോകാനുള്ള പൂർണ്ണ അവകാശം ഞാൻ തരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ചിരിക്കാൻ പറ്റിയിട്ടില്ല, ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് അത് 100-110% നിങ്ങൾക്ക് എന്താക്കാമെന്നറിയോ? എന്നെ റിപ്പോർട്ട് അടിച്ചിട്ട് പോവാം പോരെ. അതിനുള്ള ഗ്യാരണ്ടി ഞങ്ങൾ. പക്ഷെ നിങ്ങൾ ചിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. നിങ്ങൾ അറിയാണ്ട് ചിരിച്ചു പോകും. അത് കേൾക്കുമ്പോൾ ഒരു കുറച്ച് സമയത്തേക്ക് നിങ്ങളത് ചിരിച്ചു പോകും. 100% ഗ്യാരണ്ടി. റാഷി താങ്ക് യു. ഇബ്രാഹിം അലീസി നീ നല്ല വോയിസാണ്. നല്ല വോയിസാണ്. സാലിഹ പ്രൈസ് താങ്ക് യു. ചിരിച്ചു പോലീസ് നോക്കിയപ്പോൾ അതിനിപ്പോൾ എന്താ പ്രശ്നം? ഞാനും ചിരിച്ചിട്ടുണ്ട്. ഞാനും അവിടെ ഇരുന്ന് ചിരിക്കുകയായിരുന്നു. കാരണം അവരുടെ പരാതി കേട്ടിട്ട് ഞാനും ചിരിക്കുകയായിരുന്നു. അതറിയാം എനിക്ക്. ഞാൻ അവരുടെ പരാതി കേട്ടിട്ട് ഞാൻ ചിരിക്കുകയായിരുന്നു. കാരണം എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് അവർ പരാതി കൊടുത്ത്. ഐ എം വാച്ചിങ് ഓൾ റിയൽ നൈസ് താങ്ക് യു. മോനെ സജോ ഒരു കാര്യം പറയട്ടെ, ഇത് മാത്രമല്ല ചിരിച്ച്, ഞാനും ഇരുന്ന് ചിരിക്കുകയായിരുന്നു. അവരുടെ അജാതി പരാതി കണ്ടിട്ട് ഞാൻ ചിരിക്കുകയായിരുന്നു. സത്യമായിട്ട് അല്ലാന്ന് പറയാൻ പറ്റുമോ നമുക്ക്? ഈ നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഞാൻ തന്നെ ചിരിച്ചു പോയിക്കണം അവരെ പരാതി വായിച്ചിട്ട്. ഈ ചിരിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ ചിരിച്ചു പോയിട്ടുണ്ട്. കാരണം കാതൽക്കരിപ്പൊടിയിട്ട വോയിസ്, കാതൽക്കരിപ്പൊടിയിട്ട വീഡിയോസ്, കാതൽപ്പരടി ഇപ്പോൾ നട്ടാ പൊളക്കാതെ പറഞ്ഞു പോയ കാര്യങ്ങൾ അതെന്നെ കേട്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചിരുന്നു. പിന്നെന്താ പറഞ്ഞ, അപ്പം ഞാൻ ചിരിച്ചെങ്കിൽ പിന്നെ ഈ ചിരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞത് ആ ചിരിയല്ല പറഞ്ഞത്, എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ചിരി. അല്ലാണ്ട് ഈ ഇപ്പം കാതർക്കരിപ്പൊടിൻ്റെ മൂട്ട് പോയി നിന്നിട്ട് അവൻ തരുന്ന എച്ചിലൊക്കെ തിന്നിട്ടുള്ള വർത്താനാണെങ്കിൽ അനക്ക് ആ ചിരി മാത്രമല്ല ഒരുപാട്. ഇപ്പം നാട്ടുകാരാണ് ഓനെ നോക്കി ചിരിക്കുന്നത്, അറിയോ? പോണി വല്ല 3 കേസ് FIR ഇട്ടു. ഒന്ന് കർണാടകയിൽ, ഒന്ന് കേരളത്തിൽ എവിടെയാണ്? എടപ്പാളല്ലേ, പൊന്നാനിയൊക്കെ 3 FIR ഇട്ടിട്ടുണ്ട്. അപ്പം നാട്ടുകാർ നോക്കി ചിരിക്കുന്നില്ലേ? കള്ള എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നില്ലേ? അതാണ് കർമ്മ എന്ന് പറഞ്ഞ സാധനം. മനസ്സിലായോ? കർമ്മ എന്ന് പറഞ്ഞ സാധനം അതാ. കാരണം ഞാൻ പണ്ട് പള്ളിക്ക് വേണ്ടി പിരിച്ച പൈസ
ഞാൻ കളറാക്കി എടുത്തതാണ്, ഞാൻ കട്ടാന്ന് പറഞ്ഞു. പക്ഷെ അതിന് ആ പള്ളിയുടെ സെക്രട്ടറി അയച്ച ലെറ്റർ, അല്ലെ പള്ളി സെക്രട്ടറിയുടെ വോയിസ്, ഇതെല്ലാം എല്ലാവരെയും നന്നാക്കാൻ പറ്റില്ല. നിനക്ക് എന്ത് നല്ലത് എന്ന് തോന്നുന്നു അതാണ് ചെയ്യുന്നത്. യെസ്, സത്യം, അത് സത്യം കേട്ടോ സംഭവിച്ച. കാരണം എല്ലാവരും ഇപ്പം നമുക്ക് നന്നാക്കാൻ പറ്റില്ല. കാരണം എല്ലാവരുടെ വായിൽ നിന്ന് ഇപ്പോൾ നല്ലത് മാത്രം വരണം എന്ന് വിചാരിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ശരിയല്ലേ? എല്ലാവരുടെ വായിൽ നിന്ന് നല്ലത് മാത്രം വരണം എന്ന് വിചാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? എനിക്ക് പറ്റില്ല. ഞാനിപ്പോൾ അത്ര നല്ലത് പ്രതീക്ഷിച്ചിട്ടും അല്ല വന്നിരുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്നോട് ചെയ്ത ചതി അവളെന്നോട് കാര്യം പറഞ്ഞു. എനിക്ക് റൊമാൻസ് കുറവായതുകൊണ്ടാണ് ഞാൻ പോയിന്നത്. ഷാനൂസായി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് റൊമാൻസ് കുറവായതുകൊണ്ടാണ് പോയിന്നത്. അപ്പോൾ അത് അങ്ങനെ അല്ല എന്ന് തിരുത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ വേ ഔട്ട് തിരഞ്ഞെടുത്തത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ? ആലോചിച്ച് നോക്കി. നല്ല വൈബാണ് ആ വൈബ്. ബേബി അമീർ, ഷബീർ അഹമ്മദ്. അപ്പോൾ ഈ ചിരിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മറ്റേ സജു എന്നെ പേര് സജു. ചിരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ ചിരിച്ചിരിക്കണ പേപ്പറൊക്കെ വായിച്ചിട്ട്. പിന്നെ അങ്ങനെ എടുത്തുകാണ്ട് ഇങ്ങനെ കൊണ്ടുപോയിട്ടെന്നുള്ള ഡയലോഗൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ തന്നെ ചിരിച്ചു. വിഷ്ണു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്, നോക്കി നോക്കാം. പഠിത്തം കാണുന്നുണ്ടല്ലോ. കാരണം നോളകൾ പറഞ്ഞിട്ട് കുറെ കാലം നമുക്ക് മൂടി വെക്കാനൊന്നും കഴിയൂലല്ലോ. ഷാലു എന്റെ പേര്. ബ്രോ അല്ലേ? ബ്രോ അല്ലേ? ബ്രോ അല്ലേ? ആനാണ്. എവിടെ വീട്? എവിടെ? കാസർഗോഡ്. കാസർഗോഡ് എവിടെ? കാസർഗോഡ് നെല്ലിക്കട്ട, ചെർക്കള. നമ്മളെ കാതക്കരിപ്പുടി നാട്ടിലല്ലേ? അറിയോ? ബ്രോടാ? ഞാൻ തിരൂര്, മലപ്പുറം. അറിയോ മലപ്പുറം? അറിയോ? മലപ്പുറത്ത് പെണ്ണുണ്ട്. ലവർ എവിടെ? ആരെ ലവറാ? എത്ര പഠിക്കുന്നു? അത് ഞാൻ പഠിത്തം കഴിഞ്ഞ് ഡ്രൈവർ ആംബുലൻസിൽ ഡ്രൈവർ. എന്താണ് കേട്ടില്ല? ആംബുലൻസ് ഹോംലേസോ? ഓംബ്ലൻസ്. ഓംപ്ലേറ്റോ? ആംബുലൻസ്. കേട്ടില്ലടാ. എന്താണ്? ആംബുലൻസ് എനിക്ക് മനസ്സിലായില്ല. ആംബുലൻസ്. അങ്ങനെ ചിന്ത ആംബുലൻസിലെ ആംബുലൻസ് അല്ലേ? ഡ്രൈവർ. നല്ല അടിപൊളി പണിയല്ലേ? ഓംബുലൻസ് അല്ലടി, ആംബുലൻസ് ഡ്രൈവർ എന്ന് പറഞ്ഞാ. നല്ല അംബുലൻസ് എന്നൊക്കെ പറയുന്നത്. ലവർ എവിടെ? മലപ്പുറത്ത് എവിടെ ലവർ? മലപ്പുറത്ത് എവിടെയാ? എടക്കര. ഓഫ് എന്റെ പോലെ. ആ നിലമ്പൂര് ഭാഗമല്ലാണ്ട് വേറെ ഒന്നും കിട്ടിയില്ലേ? ആ നിലമ്പൂര് ഭാഗം. അസ്സലാമലൈക്കും. ആ നിലമ്പൂര് ഭാഗം വേറെ ഒന്നും കിട്ടിയില്ല കൊണ്ട്. നിലമ്പൂരേ? നിലമ്പൂരോ? അടിപൊളി. എത്ര വർഷമായി? ഒരു വർഷം ആവാനായി. കല്യാണം കഴിക്കോ? ഉറപ്പില്ല. ഉറപ്പില്ലാന്നാ? ഓ സത്യസന്ധനാട്ടോ. ഓ സത്യം പറഞ്ഞു. ഉറപ്പില്ലാന്ന് ഓനെ ഉറപ്പിച്ചു പറഞ്ഞു. പെണ്ണ് മുസ്ലിമാ? അല്ലല്ല, ഹിന്ദു. ഓ സത്യസന്ധനാട്ടോ. ഓ നല്ലവനായ ഉണ്ണിയെ. ഓ സത്യം പറഞ്ഞു. ഉറപ്പില്ലാന്ന് ഓൻ തുറന്നു പറഞ്ഞു. കടച്ചാൽ ഇതെങ്ങനെ അവള് കണ്ടെങ്കിൽ തീർന്നു പോലെ. എന്റെ കാര്യത്തിൽ തീരുമാനമായി. എന്റെ കാര്യത്തിൽ തീരുമാനം. എന്തായാലും പേരെന്തേനു? വിഷ്ണു. ഓട്ടം കിട്ടിയില്ലേ? ഓട്ടം കിട്ടിയില്ലേ? എടാ പഹ, നിങ്ങൾ ഈ ഓട്ടം കിട്ടാൻ വേണ്ടി ആരെങ്കിലും വണ്ടിടിച്ച് തെറിപ്പിക്കുന്നുണ്ടോ? ഓട്ടം കിട്ടാൻ വേണ്ടി ആരെങ്കിലും വണ്ടിടിച്ച് തെറിപ്പിക്കുന്നുണ്ടോ? മറ്റേ ജോസഫ് സിനിമയിലുള്ള പോലെ. ഓന്റെ സങ്കടം നോക്കി ഓട്ടം കിട്ടിയില്ലാന്ന്.
ഓട്ടം ഫുഡ് കിട്ടിക്കണം. കഴിച്ചോ? ആ ഫുഡ് ഫുഡ് കഴിച്ചു. കഴിച്ചാ? ഇപ്പൊ കഴിച്ചല്ലോ. ഇപ്പൊ കഴിച്ചു. എന്താ? ബിരിയാണി. ഏ ഉം. എന്തായാലും നന്നായി. കാരണം നമ്മളെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കാസർഗോഡ് കൂടുതലാണ്. എവിടെയെങ്കിലൊക്കെ വണ്ടി എത്തി കിടക്കുന്ന എടുത്തുന്ന വയ്യൊക്കെ തന്നെ ഉള്ളൂ, വേറെ ആരും ഇല്ല. ഇവിടെ കൊച്ചിയിലെ ആംബുലൻസ് അങ്ങോട്ട് ഇരുന്നവനെ. ആ അതാണ് അല്ലേ. ലോങ് ട്രിപ്പ് ഒക്കെ കിട്ടുന്നുണ്ടാ? ലോങ് ട്രിപ്പ് ഒക്കെ കിട്ടലുണ്ടോ? എല്ലാം അടുത്തടുത്ത് തന്നെ. കമ്പനി വണ്ടിയല്ലേ അപ്പൊ അടുത്തടുത്ത്. പോകാൻ വരട്ടെ, ചിലപ്പോ അടുത്തുള്ള ഒരു ട്രിപ്പ് കിട്ടാൻ സാധ്യതയുണ്ട്. നീ എന്റെ വണ്ടിയിൽ കേറാൻ എന്താ കഥ പറയും? എന്തൊക്കെ കാണല്ലോ ബ്രോ അല്ലേ, എന്തൊക്കെ കാണണല്ലേ. എന്തൊക്കെ കാണണം. എന്നിട്ട് ഇപ്പൊ എവിടെ ഉള്ളത്? കൊച്ചി. കൊച്ചിയിലോ? ആ കൊച്ചിയിലെ ആംബുലൻസ് ഇല്ലേ? അപ്പൊ ഈ പറഞ്ഞുള്ള ആ കൊച്ചിയില്ല. ആ കൊച്ചിയിൽ. അപ്പൊ ചിലപ്പോ മേ ബി ചിലപ്പോ ഓട്ടം കിട്ടാൻ സാധ്യതയാണ്. കൊച്ചിയില് ഡെയിലി ഓട്ടാണ്. വണ്ടിന്ന് ഇറങ്ങടാ. വണ്ടി ഇറങ്ങാനല്ല, വണ്ടി തന്നെ റൂമല്ലേ. അവിടെ ബനിയനൊന്നും ഇട്ടിക്കില്ലേ? ഏഹ് ബനിയനൊന്നും ഇട്ടിക്കില്ലേ? ഏതെ ബനിയനൊന്നും ഇട്ടിക്കില്ലേ? ഇട്ടിട്ട് കിട്ടോ? ആ ചെക്കൻ യോയോ മൂഡിൽ ഇരിക്കാട്ടോ. ചെക്കനെ യോയോ മൂഡിൽ ചെക്കൻ യോയോ മൂഡിൽ ഇരിക്കാന്ന് പറയാ. എന്നിട്ട് അല്ലടാ, പെണ്ണിനെങ്ങനെ പരിചയപ്പെട്ടെ? പെണ്ണിനെ ഇൻസ്റ്റയില്. ഓക്കെ, ഇൻസ്റ്റാഗ്രാം ആട്ടോ മക്കളെ. ഇൻസ്റ്റാഗ്രാം അല്ലേ? ഫുള്ള് ഇൻസ്റ്റയില് കളി. എത്ര വയസ്സായി എനിക്ക്? മെസ്സേജ് ഇടുന്നാരോ. ബ്രോ ദിസ് ഈസ് മൈ ആംബുലൻസ്. അവൻ ചുമ്മാ തള്ളുവാണ്. എന്തൊക്കെ കാണു പഠിച്ചോനെ. പോയി ഇത് പണ്ടേ എന്റെ വീട്ടിലുണ്ടായിരുന്നല്ലോ മറ്റേ ഞാനൊരു സപ്ലിന്റെ വിഷയം പറഞ്ഞു പറഞ്ഞിട്ടുണ്ട. അവള് ഞാൻ ഒക്കെ ഇൻസ്റ്റാഗ്രാമാണ് മക്കളെ. ഒരു കാര്യം കേൾക്കാം, പണ്ട് സപ്ലിനെ പണ്ട് ആഷിക്ക് പറ്റിച്ചത് എങ്ങനെയാന്ന് അറിയോ? ധോണി ഈ എന്താണ് റോൾ റോയ്സ്, അതേപോലെ ഈ ബാങ്ക്സ്, അതായത് അതിന്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ഫോട്ടോ വിട്ടു കൊടുക്കുന്നുണ്ട്. വിട്ടു ഇവള് വിചാരിച്ചു വലിയ ഏതോ ഒരു പൈസക്കാരനാണ്. നോക്കുമ്പോ ഓർക്ക് എന്തോ സർവീസ് സെന്റർ എന്തോ ആണ്. ഒറിജിനൽ മലയാളി കയറിയിട്ടുണ്ട്, നോക്കട്ടെ എന്താ പാട് നോക്കട്ടെ. ഒറിജിനൽ മലയാളി കയറിയിട്ടുണ്ട്. റാഷിദ. എന്തൊക്കെ കാണുന്നല്ലോ അവിടുത്തെ. ഹലോ ഹലോ ഹലോ. എന്ത് കഥ? ബ്രോ അവനോട് മീൻ പിടിക്കാൻ വന്നതാ. ഇല്ല ബ്രോ, സിയോ പൈലറ്റ് ബ്രോ. സിയോ പൈലറ്റ്. എന്ത് പറ്റിയ? അയ്യോ, സിഗരറ്റ് കാണിക്കല്ല മറ്റേ. സിഗരറ്റ് കാണിച്ച കട്ടാവൂല. അവൻ ക്ലീനർ എന്നാ ഒന്നിച്ചുണ്ടോ ക്ലീനർ എന്ന് പറഞ്ഞതാ. ആംബുലൻസിലാണ്. ഞാൻ മനസ്സിലാവുന്ന ട്രിപ്പ് വന്നതാ, അതാ കൊച്ചി തന്നെ? ഇല്ല, നമ്മള് കൊച്ചിയിൽ കമ്പനിയിൽ ഓടുന്നല്ല. കമ്പനി ഉണ്ടാവും. നല്ല കാര്യം. ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ ബിരിയാണി കഴിച്ചേ ഉള്ളൂ. എവിടെ സ്ഥലം? ഞാൻ തിരൂര്, മലപ്പുറം. അറിയോ? മലപ്പുറം തിരൂർ. അറിയോ? ട്രിപ്പ് വരലുണ്ടാ? ഇവന്റെ കൊച്ചി അവിടെ അല്ലേ? ആംബുലൻസ് ഡ്രൈവർ അതായിരിക്കുന്നു, കിടക്കുന്നു കാലുമ്പോ കാലൊക്കെ ഇനി പച്ചമുളക് മുളക്കാട്ടാതെ. യെസ്. പച്ചമുളക്. ഓ വർക്ക് ചെയ്യണോ? എന്താ ബ്രോ കേട്ടില്ല?
വർക്ക് ചെയ്യാണോ? എന്ത് വർക്ക് ചെയ്യുന്നുള്ള? ഞാൻ അക്കൗണ്ടന്റ് ആയിരുന്നു, റിസൈൻ ചെയ്തിട്ട് ഇപ്പൊ 2 വർഷത്തോളം. ഇപ്പൊ ഒന്നുമില്ലേ? ഒരു ചെറിയ പരിപാടി തുടങ്ങാനുള്ള ഒരു പ്ലാനിങ്ങിലൊക്കെ ഉണ്ട്, സെറ്റായി പോകും. അതിനിടെ ഒരു കുറച്ച് ആംബുലൻസ് ഇഷ്യൂസുകളൊക്കെ ഇറക്കി തരാം. എന്റെ നാട്ടുകാരെ കാരണം കുറച്ച് ഇഷ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. ആ മറ്റേ കാതർക്കരിപ്പുടിന്ന് അറിയില്ലേ? കാതർകരിപ്പടിനെ അറിയാം. നല്ല അഭിപ്രായമല്ലേ? നല്ല അഭിപ്രായമല്ലേ? ഏ എന്ത് പറയാ, നാട്ടുകാരായി പോയില്ലേ. ഒന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേ? ഞാൻ സ- സത്യം പറഞ്ഞാല് ഈ ആ നാട്ടിൽ തന്നെ കണ്ടുകൂടാത്തവരുണ്ടല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. കിട്ടും അതിന്റെ പാര വെച്ചോണ്ട് കിട്ടും ഇടയില്. ഇപ്പൊ പണി കിട്ടിയിരിക്കണം. അപ്പൊ ഏതൊരു വീടൊക്കെ എടുത്ത് കൊടുത്തിട്ട് എന്തൊക്കെ പണി 3-4 എഫ്ഐആർ ഒക്കെ ഇട്ടിരിക്കണു. നീ കിട്ടിയല്ലേ? എനക്ക് കിട്ടിയതാ. ആകെ അവളെ പടുവന്റെ അടുത്ത് നോണല്ല, യജ്ജാതി നോണയെ മോനെ പെരിപ്പിക്കുന്നെന്ന് അറിയൂ. ഇപ്പൊ ഒരു വീടിന്റെ സ്കാം അറിയാണ്ടില്ലേ? ഞാൻ വീടിന്റെ സ്കാമിൽ ഇപ്പൊ പെട്ടെടുക്കണ മൂപ്പര്. എന്തൊക്കെ കാണണം പറഞ്ഞൊരു കാര്യമില്ല. മക്കളെ. വിധിയാണ് വിധി. അതൊക്കെ അത്രേ ഉള്ളൂ. വിധിയാണ് വിധി വിധി വിധി. ഓ ബ്രോ, ഇപ്പൊ വിളിക്കാം ബ്രോ, ഒരു കോള് വരുന്നുണ്ട്. ഓക്കെടാ ഓക്കെടാ. ഹായ് ബ്രോ. നബു, എന്തൊക്കെ കാണണം മോനെ, നാട്ടിലുള്ളവർക്ക് നല്ല അഭിപ്രായം. പിന്നെ നമ്മളൊന്നൊക്കെ പോകുന്നു. നൗഫ കണ്ടില്ലേ? ഇതുപോലെ എത്ര ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചു പറഞ്ഞിട്ടുണ്ടെന്നറിയാം. നബു വാ, മോൻ ട്രിപ്പ് പോയി ട്രിപ്പ്. നൗഫു മുഫീദ ഷിഫീഖ്. അതിന്റെ ഇടയ്ക്ക് വേറെ ആരോ മാള് തിരൂര് എവിടെയെന്ന് വെച്ചില്ല, തിരൂര് അന്നാര, അറിയോ? അന്നാര 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 ഇബ്രാഹിം, അറിയോ? തിരൂര് അറിയോ? തിരൂരൊക്കെ അറിയുന്നതാണ്. വോയിസ് ഓഫ് ലബീബേ. ഞാൻ എന്നോട് പറഞ്ഞു ചെയ്തു, സത്യം പറഞ്ഞാൽ എന്റെ വീഡിയോ എന്നുള്ള ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഈ ഇട്ട വീഡിയോ ഒന്നും ഞാൻ കണ്ടിട്ടുണ്ടായില്ല. പക്ഷെ ആദ്യം ഇട്ട കമ്പനി ഞാൻ ഡിലീറ്റ് ചെയ്തു. വിശാൽ മുമ്പ് വലിയ പുള്ളിയല്ലേ? ഞാൻ ഈ ഇട്ട വീഡിയോ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് കാതർകരിപ്പൊടിന്റെ ടോക്കിംഗ് ആണ് ആദ്യം ശ്രദ്ധിച്ചത്. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ ഒരു കമന്റ് ഇട്ട. സോറി. അപർണ, ഹലോ. പണ്ട് ചക്ക സ്കൂൾ പഠിക്കുന്ന ഒരു ക്രഷ് ഉണ്ടായിരുന്നു, അപ്പം അറിയാം. അപ്പൊ എന്റെ വീട് എവിടെ, മാളുവിന്റെ വീട് എവിടെ? സ്റ്റോറി ഇട്ടല്ലേ വീട്ടിലെ. കാരണം എന്താ വെച്ചാല് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു, എന്റെ വീഡിയോ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അജു ആയിഷ, ഞാനും തിരൂരെവിടെ? വിസ്മയ, തിരൂരെവിടെ? തിരൂർ അനീസ് അലി, ഹായ്. അനീസ്, ഇസ്മി പൊന്നു, ഇസ്മി പൊന്നു, നല്ലതാണെന്നുള്ള ഞാൻ അറിയില്ലെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായി. സോറി കേട്ടോ, എന്ന് വിചാരിക്കുന്നു. അപർണ, തൃശ്ശൂരല്ല, എന്റെ തിരൂർ മലപ്പുറം. അവളെ വീട് മലപ്പുറം. അബ്ദുൽ നാസർ, പള്ളിമൈലം, പള്ളിമൈൽ പള്ളിമൈൽ നല്ല പേരുണ്ട്. വൈലത്തൂർ, വൈലത്തൂർ എവിടെ? വൈലത്തൂർ എവിടെയോ? ലവ് ലവ് ലൗലിയ, ലവ് ലവൽ ലവ്. ഇറ്റ്സ് മീ ഇർഫാൻ MP, ഹായ്. ഇറ്റ്സ് മീ ഇർഫാൻ. നല്ല രസമല്ലേ? ഞാനേ സത്യം പറഞ്ഞ ഷാലൂസ് വോയിസ് എന്ന് മാത്രം കൊടുക്കണം എന്നാട്ടോ വിചാരിച്ചിരുന്നത് എന്റെ യൂട്യൂബ് ചാനൽ തുടങ്ങി. പിന്നെ ഞാൻ വേറൊരാൾ എന്നോട് പറഞ്ഞിട്ട് ഇറ്റ്സ് മീ എന്നുള്ളത് ഞാൻ ചേർത്തു. സത്യം പറയാം, ഇപ്പൊ ഇറ്റ്സ് മീ ഷാലൂസ് എന്ന് അടിക്കുമ്പോ തന്നെ ഷാലൂസ് വോയിസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ആദ്യം വരും, ഫസ്റ്റ് വരും ആ പേര്. When are you getting married?
ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല സർ. ജഫീൽ വിഷ് അസ്ലിഹ. ആ ചോദ്യത്തിന് എനിക്ക് ഉത്തരമില്ല. ഉത്തരമില്ല. ഉത്തരം. കല്യാണം. മഫക്ക്. എന്താണ് ഈ സാഹുരി കള്ളച്ചി? ഒരു കള്ളച്ചി എനക്ക്. ഡേയ്, എന്താണ് ഒരു കള്ളച്ചിരി? ഷാലു ഓർമ്മയുണ്ടാണ് ഓർമ്മയുണ്ട്. ഇറ്റ്സ് മീ സാര. അല്ല ഓക്കെ, ഇറ്റ്സ് മീ എന്നാ കൊടുക്കുന്നത്. നല്ല സംഭവം കേട്ടോ. കാരണം എന്താ വെച്ചാല് ഇറ്റ്സ് മീ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമുക്ക് പറയാനൊക്കെ ആയിട്ട് കുറച്ച് സുഖമാണ്. ഈ ചിലവുണ്ട് ഷാലൂസ് ബ്ലോഗ് എന്ന് വെച്ചാല് രസം ഉണ്ടാവില്ലേ? ഷാലൂസ് വോയിസ് എന്ന് വെച്ചാലും രസം ഉണ്ടാവും. നമുക്ക് ഇറ്റ്സ് മീ എന്നൊക്കെ പറയുമ്പോൾ എന്തോ വലിയ സംഭവം ഇല്ലേ? പക്ഷെ ഒന്നുമില്ല. ഒന്നുമല്ല, നല്ല കേൾക്കാനും രസം, പറയുമ്പോൾ രസം. പക്ഷെ എനിക്ക് പറ്റിയ അമളി എന്താണെന്നറിയാം? ഇൻസ്റ്റാഗ്രാം ഒന്നുമില്ല. എനിക്ക് പറ്റിയ അമളി എന്താന്ന് വെച്ചാല് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഷാലു സ്ക്രിബ്ലൈറ്റ് നടി. സത്യം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം ഞാൻ തുടങ്ങാൻ വേണ്ടി വിചാരിച്ചതല്ല. ഞാൻ ആ ഇൻസ്റ്റാഗ്രാം തുടങ്ങണമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ വെറുതെ ഇട്ടപ്പോ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോ തന്നെ അക്കൗണ്ട് റീച്ച് ആയപ്പോ എനിക്ക് ആ പേര് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ആ പേര് പിന്നെ എനിക്ക് ചേഞ്ച് ചെയ്യാനേ പറ്റുന്നില്ല. പിന്നെ അങ്ങനെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. വർഷ വർഷ എന്നെ മാറുന്നു. ഇവിടെ പഠിക്കുന്ന കോളേജിലെ കോളേജിന് ഇപ്പഴ പേര്, പിന്നെ ഇവിടെ ഹോസ്റ്റലിന് ഇവിടെ പേര്, എല്ലാത്തിനും ഇവിടെ പേരാ. പക്ഷെ പ്ലേസ് ഞാൻ പറയില്ല. പ്ലേസ് ഒക്കെ പറഞ്ഞു ഞങ്ങൾ തെരഞ്ഞെടുത്ത് കല്യാണം കഴിക്കാൻ ബ്രദർ. ഇയാളെ ഞാൻ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ആഡ് ആവാത്തതാണ് കേട്ടോ. ഞാൻ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട്. മാരേജ് എന്ത് ഏജ് ആയെന്ന് ആയോ? ഞാൻ എപ്പോഴും കുട്ടിയെന്ന് ഉമ്മ എപ്പോഴും പറയുന്നു. ഫുഡ് കഴിച്ചിട്ടില്ല, കഴിക്കണം. സോ ഞാനിപ്പോഴും ചെറിയ കുട്ടിയെന്ന് പറയുന്നു. പറശാമ ഇല്ലേ? പ്രായമായോ? കല്യാണം കഴിക്കാനുള്ള പ്രായമായോ? ഞാൻ ഒരു നല്ല പാട്ട് പാടും, കേൾക്കാൻ കുട്ടിയാണ്. കനിയേ കനിയേ നീ കനവല്ലായിരുന്നെങ്കിൽ കാലൊച്ച കേട്ടപ്പോൾ മെല്ലെ അടുത്തു ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ടൻ ഉമ്മ വെച്ചു പുളകം പൂത്തുകൻ മലരെ. 26. ആയി കല്യാണം കഴിക്കണം. ആയോ? അതൊന്നുമില്ല. കല്യാണം കഴിക്കാനൊന്നും അയക്കില്ല. ഞാൻ ചെറിയ കുട്ടി. എന്റെ പൊട്ടത്തരം മാറിയിട്ട് മതി. എഡിറ്റ്സ്. SJ മോൾ എന്റെ പഴയ എഡിറ്റർ സിംഹമാണ്. എഡിറ്റർ സിംഹം. അപ്പ് ജാപ്പു മാം. അപ്പ്. അതെ, എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമില്ല. ഞാൻ ചെറിയ പൈതലാണ്. എനിക്ക് കല്യാണം കഴിക്കാനുള്ള പ്രായമായിട്ടില്ല. എന്റെ പൊട്ടത്തരം മാറിയിട്ടില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ ഇതുപോലത്തെ കെണിയിലൊന്നും ഞാൻ പോയി പെടൂലാലോ. പെടുവോ? ഒരു പെണ്ണ് കരയുമ്പോ തന്നെ അവളെ പിന്നാലെ പോയിരുന്നു. അത് നിങ്ങളുടെ തോന്നലാണ്. എടി ഞാൻ ചെറിയ കുട്ടിയാടി, സത്യമായിട്ടും പൊട്ടനാണെന്ന് സ്വയം പറയുന്നു. ആ സത്യമായിട്ട് പൊട്ടനല്ലെങ്കിൽ ഞാൻ ആ കരഞ്ഞ അവളെ പിന്നാലെ പോയിരുന്നു. അവസ്ഥ സിദ്ധി എക്സെറ്റ് ഓർമ്മയുണ്ടല്ലേ? ഞാൻ മറന്നിട്ടില്ലാലോ. ഈ എന്നെ തിരക്കിണ്ടായിരുന്നു. വിഷ്ണു അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കുറച്ച് ചിലപ്പോ നെറ്റ്വർക്കിംഗ് ഇഷ്യൂ എന്തെങ്കിലായിരുന്നു. ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കാക്കു ചെറിയ കുട്ടിയാണ്, കല്യാണത്തിനെ പറ്റി പറയും. കാരണം എന്താണെന്നറിയോ? ഞാൻ വിടുന്ന വീഡിയോസ് കാണാൻ ശരിക്കും എനിക്ക് കെട്ടി കുട്ടികളൊക്കെ ഉണ്ടായിട്ട് ഞാൻ ഇങ്ങനെ അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിക്കും ഇൻഷാ അല്ലാഹ്. അത് ആ സമയമാകുമ്പോ ഞാൻ കഴിക്കും. അപ്പൊ ഇപ്പൊ കെട്ടുന്നില്ല. കിട്ടും ഇന്നാണ് ഇൻഷാ അല്ലാഹ്. ഹലോ ഇക്ക, എന്ത് ചെയ്യുക?
ഇവിടെ റിയൽ ട്രിപ്പ് പോയേ ലൈവ് ടു ഇതാ കനിയേ കനിയേ കനവല്ലായിരുന്നെങ്കിൽ കാലൊച്ച കിട്ടപ്പോ 28 ഒരേ അത്രക്കും നീട്ടിക്കൊണ്ടാവില്ലേ 28 കനിയേ കനിയേ ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടില്ല കഴിച്ചിട്ടില്ല കഴിക്കണം ഞാൻ പോയി വന്നു എത്ര പെട്ടെന്ന് ട്രിപ്പ് പോയിരുന്നോ സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവര് വള്ളി വെച്ച് വീഴ്ത്തുന്നെന്ന് തോന്നുന്നുണ്ട് കേട്ടോ ആൾക്കാർ ട്രിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് ഇവര് ട്രിപ്പ് ഇട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാരെ വള്ളി വെച്ച് വീഴ്ത്തുന്നുണ്ടോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട് കാരണം അടുത്ത് ഇവർ കമ്പനി വണ്ടിയാന്ന് പറഞ്ഞാൽ ആംബുലൻസിനൊക്കെ കമ്പനി വണ്ടി എന്ന് പറയുമ്പോൾ തന്നെ പേടിയാണ് ഇതൊക്കെയാണ് നമ്മളെ ട്രിപ്പ് അല്ലേ നിങ്ങൾ ആലോചിച്ചോക്കെ ഹലോ ആ ഈ എന്താ അക്സെപ്റ്റ് കൊടുത്തിട്ട് കയറാൻ പറ്റുന്നില്ല ഇപ്പോഴും സിംഗിൾ ആണല്ലോ സിംഗിൾ ആണോ ചോദിച്ചാൽ സിംഗിൾ മിങ്കിളാണോ ചോദിച്ചാൽ മിങ്കിളാണ് സിംഗിൾ ദേവനന്ദ ദേവനന്ദ ഈ പേരിൽ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് പാവം നാട്ടിൽ അച്ഛനുമാണ് വിഭവ മുക്തലി സോ കനിയേ കനിയേ കനവല്ലായിരുന്നെങ്കിൽ കാലൊച്ച കെട്ടപ്പോൾ മെല്ലെ അടുത്തു ഞാൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ വെച്ച് ഉലകം പൂത്തുവൻ മലരെ നിന്നെ കിനാവ് കണ്ടുറങ്ങി ഞാൻ ആ നേരം മുനതാരി സ്വന്തമെന്ന് തോന്നി സ്വന്തമെന്ന് തോന്നിയേ ദീപ പ്രവീൺ ഞാൻ മിങ്കിളല്ല മിങ്കിളാണ് 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 ബ്രേക്കപ്പ് ഒക്കെ പറഞ്ഞു പത്തി ജംഷീർ പത്തി അല്ല ഈ ഇർഫാനിന്റെ വീട് എവിടെയായിരുന്നു ഷാൻ റൈറ്റി സോങ് സത്യം പറഞ്ഞ പാത്തൂസ് എന്നുള്ള പേര് കേൾക്കുമ്പോ ദേഷ്യം വരില്ല സത്യം ഉള്ള പറയാലോ പാത്തൂന്ന് കേൾക്കുമ്പോ ദേഷ്യം വരും എന്താന്നുള്ള ഒരു പിടുത്തല്ല പാത്തൂന്ന് കേൾക്കുമ്പോ ദേഷ്യം വരും എന്നും അടിപൊളി തന്നെ സൂക്ഷിച്ചു നന്ദന കൃഷ്ണൻ നന്ദന ഞാനേ കണ്ടു പോയി വണ്ടി കഴുകലാണ് സത്യം പറഞ്ഞ ഇവരെ സത്യം പറഞ്ഞ അടിമനാണ് ആർദ്ര ഐസ് ആ പേര് പറഞ്ഞപ്പോ 7ാം ക്ലാസ്സിൽ ഞാൻ പറഞ്ഞുതരാം 7ാം ക്ലാസ്സിൽ എനിക്കൊരു ലൈൻ ഉണ്ടായിരുന്നു ഞാൻ 7ാം ക്ലാസ്സിൽ ജയിച്ചു പോയി പിന്നെ ഞാൻ കണ്ടിട്ടില്ല അന്നാണ് ഇപ്പൊ സെൻഡ് ഓഫിന്റെ അന്നാണ് അവള് ഇഷ്ടമാന്ന് പറഞ്ഞു പിന്നെ കണ്ടില്ല ഓർമ്മയുണ്ട് പറഞ്ഞിട്ടെല്ലാം മറന്നു പാത്തു എനിക്കറിയില്ല പാത്തൂന്ന് കേൾക്കുമ്പോ എനിക്ക് ദേഷ്യം വരും ഞാൻ പാത്തു എന്നുള്ള റീല് ഞാൻ പോസ്റ്റ് ചെയ്യും പക്ഷെ ഞാൻ കേൾക്കൂല പാത്തോയി എന്ന് വിളിക്കുന്ന ഞാൻ പോസ്റ്റ് ചെയ്യും നല്ല ഫീലിൽ വിളിക്കും ഞാൻ പാത്തോയി നല്ല ഫീലിൽ വിളിക്കും പക്ഷെ എന്താ പറയുക പിന്നീട് ഞാൻ റിപ്പീറ്റ് ചെയ്ത് കേൾക്കൂല എനിക്ക് ദേഷ്യം വരും റീല് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്ത് ഒരിക്കലും കേൾക്കില്ല എനിക്ക് ദേഷ്യം വരുന്നതാണ് അങ്ങനെ അങ്ങേറ്റം ദേഷ്യം വരുന്നു എനിക്ക് ദേഷ്യം വരും അതുകൊണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്ത് തോന്നുന്നത് റീൽ ചെയ്യും കേട്ടോ ഒരുപാട് പാത്തോന്ന് വിളിച്ചിട്ട് റീൽ ചെയ്യും അത് സത്യമാണ് പക്ഷെ എന്താ വെച്ചാല് റിപ്പീറ്റ് ചെയ്ത് കേൾക്കുമ്പോ ദേഷ്യം വരും കൃഷ്ണ അത് വേണ്ടായിരുന്നു അതെന്താന്നുള്ളൊരു പിടുത്തം എനിക്കില്ലേ കലിപ്പൻ ഷാൽ ഞാനും കലിപ്പൻ ഷാലു ആയതുകൊണ്ടൊന്നല്ല ഞാനൊക്കെ കലിപ്പായിരുന്നു നിങ്ങളൊക്കെ എന്നോ നന്നായിരുന്നു ഊഞ്ഞാലാട്ടിട്ടാ പോയെ നസീമ റഹ്മാൻ അല്ലേ ഞാനൊക്കെ കലിപ്പായിരുന്നു നിങ്ങളൊക്കെ എന്നോ 5 നിസ്കാരം ഉണ്ടായിരുന്നു ഞാൻ നിസ്കരിപ്പിച്ചിരുന്ന ആളെ പക്ഷെ എനിക്ക് പിന്നീടാ മനസ്സിലായത് ഒരേ ഫോട്ടാണ് 5 നേരം അവള് വിട്ടെന്നത് ഒരേ ഫോട്ടോ വിട്ടെന്നത് 5 നേരമാണ് ശ്രേയ ഒരേ ഫോട്ടോ ഇല്ലേ
ഫിൽറ്റർ മാറ്റിയിട്ട് 5 നേരം വിട്ടിരുന്നു. ഞാൻ പൊട്ടെങ്കിൽ പിന്നെ നമുക്ക് പറയാനില്ലല്ലോ. എനിക്ക് കിട്ടിയില്ല നിനക്കും കിട്ടൂല അപ്പൊ. അതെ അതെ മനസ്സിലാവുന്നുണ്ട്. അത് യു കം ഇൻ ആൻഡമാൻ പ്ലീസ്. ഞാനോ ആൻഡമാനിൽ വരാൻ പാസ്പോർട്ട് വേണം. ആൻഡമാൻ ഇന്ത്യയിലല്ലേ? ഇന്ത്യയിലല്ലേ ആൻഡമാൻ? എനിക്ക് ഫുള്ള് മോശമാണ്. സമയം മൊത്തം മോശമാണ്. നല്ല ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഉള്ളത് മൊത്തം മോശമായിട്ട് പോകും. അതെന്താ അവസ്ഥ? എനക്കൊരു മോശപ്പെട്ട സമയം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഫെബ്രുവരി ടു ജൂൺ, ഒരു മെയ് വരെ എല്ലാ വർഷവും മോശപ്പെട്ട സമയത്ത് എന്താ കഥ? ഇതിനൊരു അന്ത്യം കൂടിയൊന്നും ഇല്ല. ഈ ആ ഒരു സമയം പീരീഡ് മാത്രം മോശപ്പെട്ട സമയം വരുന്നു. ഇൻഷാ ഇൻഷാല്ലാ ഞാൻ വരണ്ട്. പക്ഷെ വേറെ സംഭവം ഉണ്ട്. ഈ ആൻഡമാനിൽ വന്നിട്ട് ഞാൻ എന്ത് ഭാഷ സംസാരിക്കും?